എല്ലാ പ്ലേയേഴ്സും ക്ലബിനും വേൾഡ് കപ്പിനൊക്കെ ആയിട്ട് ഓരോ നാഷണൽ ടീമിൻ്റെ ഒപ്പം ഭയങ്കരമായിട്ട് ബിസിയാണ്. പക്ഷേ റയൽ മാഡ്രിഡ് ഈസ് വെരി ബിസി ഫോർ ബൈയിങ് ട്രാൻസ്ഫേഴ്സ്, അല്ലെങ്കിൽ ട്രാൻസ്ഫേഴ്സ് നടത്തിക്കൊണ്ട് അവർ ഭയങ്കരമായിട്ട് ബിസിയാണ്. കാരണം കഴിഞ്ഞ 2 സീസണുകൾക്ക് അവർക്ക് ട്രോഫിലെസ്സാണ്, നമുക്ക് ഓൾറെഡി അറിയാം. അത്ര വലിയ സുഖത്തിലല്ല എംബാപ്പെ വന്നതിന് ശേഷം 2 സീസണിന് ഓൾറെഡി എംബാപ്പെ കേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഓൾറെഡി ഭയങ്കരമായിട്ട് ട്രോളും വരുന്നുണ്ട്. സോ റയൽ മാഡ്രിഡ് ഈസ് എന്താ പറയുക, ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് അതിലും ഒന്ന് ഫ്രീ ഏജൻറ്റ് തന്നെയാണ്. ഓൾറെഡി നമുക്കറിയാം ലിവർപൂളിൽ നിന്ന് വരുന്ന കൊണാട്ടെ, CB ഡിഫൻസിൽ റയൽ മാഡ്രിഡിന് നല്ലപോലെ ഇഷ്യൂ ഉണ്ട് നമുക്കറിയാം. അപ്പോൾ കൊണാട്ടേനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ഓൾമോസ്റ്റ് റെഡിയാണ്. അത് വന്നതുപോലെയാണ് ആക്ച്വലി. ഓക്കെ, ഫാബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചാണല്ലോ ഞാൻ പറയുന്നത്. സോ ഫ്രീ ഏജൻ്റാണ്. സോ കൊണാട്ടെ ഇങ്ങോട്ടേക്ക് വരാൻ ഓൾമോസ്റ്റ് വെർബലി അക്സെപ്റ്റ് ചെയ്തു എന്ന് തന്നെയാണ് ഇതുവരെ വരുന്ന റിപ്പോർട്ട് അനുസരിച്ച്. ഒഫീഷ്യലായിട്ട് റയൽ മാഡ്രിഡ് ഇട്ടിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഇന്റർ മിലാനിൽ നിന്നും ഡംഫ്രൈസ്. ഓക്കെ, ഡംഫ്രൈസിനെ എന്തായാലും ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും. ഒരു കഴിഞ്ഞ സീസണിലെ അതിന് മുമ്പത്തെ സീസണിലെ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനൽ ബാഴ്സലോണക്കെതിരെ 2 ഗോളും 1 അസിസ്റ്റൊക്കെ നേടിയ ഒരാളാണ്. ഒരു ബൈസിക്കിൾ കിക്ക് ഗോളൊക്കെ നേടിയ ഒരാളാണ്. സോ റയൽ മാഡ്രിഡ് ഡംഫ്രൈസിനെ സൈൻ ചെയ്യാൻ വേണ്ടി ഫ്രീ ഏജൻ്റ് അല്ല, ബട്ട് റിലീസ് ക്ലോസ് ട്രിഗറിംഗ് ആണ്. എത്ര ഇയർ ഇന്റർ മിലാനിൽ അദ്ദേഹത്തിന് ബാക്കിയുണ്ടെന്ന് എനിക്കറിയില്ല. ബട്ട് 20 മില്യൺ റിലീസ് ക്ലോസ് ട്രിഗർ ചെയ്തിട്ടാണ് റയൽ മാഡ്രിഡ് ഡംഫ്രൈസിനെ കൊണ്ടുവരുന്നത്. സോ ടീമിനെ കിഡ്ലനാക്കാൻ വേണ്ടിയിട്ട്, ടീമിനൊന്ന് പവറാക്കാൻ വേണ്ടിയിട്ട് റയൽ മാഡ്രിഡ് ട്രൈ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഓൾമോസ്റ്റ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എല്ലാവരും വേൾഡ് കപ്പും കാര്യമായിട്ട് ബിസി ആവുന്ന സമയത്ത് റയൽ മാഡ്രിഡ് സ്റ്റിൽ ഓൺ ഗോയിങ് ഓൺ ദ ബാക്ക്ഗ്രൗണ്ട് വർക്ക്. ഓക്കെ, പ്ലേയേഴ്സിനെ കൊണ്ടുവന്ന് ടീമിനെ ബാക്ക് ടു യൂറോപ്പിലെ ചാമ്പ്യൻസ് ആവാൻ വേണ്ടി റയൽ മാഡ്രിഡ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്കറിയാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാഷണൽ ടീമിൻ്റെ ഫ്രണ്ട്ലീസ് കുറേ നടക്കുന്നുണ്ട്. ബ്രസീൽ 6-2 എന്നുള്ള സ്കോറിന് പനാമയ്ക്കെതിരെ വിജയിച്ചു. ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടില്ല, അതിൻ്റെ ടൈം കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് ആ സമയത്ത് അത് ചെയ്യാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ അത് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി നെക്സ്റ്റ് നമുക്ക് ഈജിപ്തിൻ്റെ മാച്ചിലോട്ട് നോക്കാം. പിന്നെ അതുപോലെ തന്നെ എൻ്റെ കണ്ടന്റ് ഇഷ്ടമാണെങ്കിൽ ചാനൽ കൂടി ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തിട്ടോ. താങ്ക് യു സോ മച്ച്.